എല്ലാവർക്കും വെൽക്കം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ശരിക്കും പറയാലോ ഒരു വട്ട് പിടിച്ച ദിവസമായിരുന്നു. ഭയങ്കര എല്ലാവർക്കും തല പുകഞ്ഞത് എല്ലാവർക്കും ഭയങ്കര വട്ട് പിടിച്ച ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാളത്തെ കഴിഞ്ഞ് സയൻസ് പ്രോജക്റ്റിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ പ്രോജക്റ്റ് ഉണ്ടാക്കണം ഗൈസ്. അതാണ് ഇന്നത്തെ ടാസ്ക്. ഉറങ്ങാന്ന് വിചാരിച്ചതായിരുന്നു ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട്, സമ്മതിക്കില്ല ആരും. ഇന്ന് ഉച്ച വരെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് പോയി ഫുഡ് അടിക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞിട്ട് വേണം സാധനങ്ങളൊക്കെ നാളത്തെ ഇന്നത്തെ പരിപാടിയുടെ സാധനങ്ങളൊക്കെ മേടിച്ച് അതൊക്കെ ഇനി ഉണ്ടാക്കാൻ തുടങ്ങണം. അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് ആരോഗ്യപ്രദമാവണം. സോ ഗൈസ്, ഞാൻ വാങ്ങിയത് ചിക്കൻ റൈസ് ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റി സാധനം കേട്ടോ ചിക്കൻ റൈസ്. അതിൻ്റെ കൂടെ ഞാൻ ഒരു കൂൾ ഡ്രിങ്ക്സ് മേടിച്ചു, വേറെ ഒന്നുമില്ല, ലൈം ജ്യൂസ്. എൻ്റെ ഫേവറേറ്റ് ആട്ടോ. ഞാൻ എവിടെ പോയി എനിക്ക് എപ്പോഴും ദാഹിക്കണ ഒരാളാണ്. എനിക്ക് എവിടെ പോയാലും ലൈം ജ്യൂസ് കുടിക്കാതെ പറ്റത്തില്ല. പിന്നെ പൊട്ട പപ്സും അതും മെയിനാണ്. അങ്ങനെ ഞങ്ങൾ നേരെ പോയി ഞങ്ങളുടെ അടുത്തുള്ള കോളേജിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ കേട്ടോ. അപ്പോൾ ഇവിടെ കിട്ടാത്ത സാധനങ്ങളില്ല. ഞങ്ങൾ എന്ത് പ്രോജക്റ്റ് ചെയ്യാനും എന്ത് സംഭവം ഇവിടെ കിട്ടൂട്ടോ. എല്ലാ സംഭവവും ഞങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ കുറേ ചാർട്ട് പേപ്പറും കളർ പേപ്പറും പിന്നെ എന്താ കുറേ പശ ഇതും എന്താ പിക്ചേഴ്സും എല്ലാ സംഭവങ്ങളും വേണമായിരുന്നു. അത്യാവശ്യം 500 അത്ര ആയി. അപ്പം ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ വന്നു. റൂമിൽ ചെന്ന് അപ്പം തന്നെ എല്ലാ സംഭവം നിരത്തി കലാപരിപാടികൾ തുടങ്ങും. കാരണം ഞങ്ങൾക്ക് 2 ദിവസം കഴിയുമ്പോൾ വെക്കാനുണ്ട്. ഇത് എത്ര എണ്ണം വെക്കണം എന്നറിയാം, 3 എണ്ണം വെക്കണം, 3 പ്രോജക്റ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇപ്പം തുടങ്ങിയാൽ അന്നേരം തീർക്കത്തുള്ളൂ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എയർ പൊല്യൂഷൻ്റെ ഒരു പ്രോജക്റ്റ്, അതിനെ ബേസ് ചെയ്തൊരു പ്രോജക്റ്റ് ഉണ്ടാക്കുവാണ്. കുറച്ച് ബേസൊക്കെ സെറ്റായി. ഇനി ബാക്കി ബേസ് സെറ്റാക്കാൻ തന്നെ സത്യം പറയാലോ ഒരു 3.5 മണിക്കൂർ എടുത്തു ഗൈസ്. അത്ര കാരണം എല്ലാം നമ്മൾ വെട്ടി കണ്ടിച്ചിട്ട് അത് വരയ്ക്കണം, പെയിൻറ് അടിക്കണം, അങ്ങനെ പിന്നെ പശു ചോട്ടിക്കണം കേട്ടോ. ഭയങ്കര ടാസ്ക് ആയിപ്പോയി. കാരണം ഞങ്ങൾ മേടിച്ച പശു ഒന്നും ഒട്ടൂലായിരുന്നു. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഒട്ടിച്ചു. അങ്ങനെ ഇതാണ് അത്യാവശ്യം ചെറിയൊരു ഫുൾ ലുക്ക് ഇതാട്ടോ. ഇനി 2 എണ്ണം കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. 1 എണ്ണം കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും സത്യം പറയല്ല തല പുകഞ്ഞു അതുമാതിരിയായി. കാരണം നല്ല മണിക്കൂർ എടുക്കൂട്ടോ. ആദ്യം വിചാരിച്ചു സിമ്പിൾ, ഇതൊക്കെ നിസ്സാരം, നമ്മളെ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ ഭയങ്കര നന്നായി നല്ല രീതിക്ക് സമയം കൊടുത്തിട്ടോ. രാത്രി അയ്യോ മറ്റൊരു സംഭവം കറക്റ്റ് ശരിയാക്കാൻ വേണ്ടി പിന്നെ ഇത് ഞങ്ങളുടെ അല്ല കേട്ടോ, ഇത് വേറൊരു കൊച്ചിൻ്റെ. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഇതൊക്കെ ജസ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ എത്ര മണിക്കൂറത്തെ കഷ്ടപ്പാടാണ് ഗൈസ്. എങ്ങനെയുണ്ടത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. സെക്കൻഡ് ഞങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത വോൾക്കാനോ കേട്ടോ. ഫസ്റ്റത്തേൻ്റെ ഉണ്ടാക്കിയതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തേന് അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തില്ല. എന്നാലും ഇതാണ് അതിൻ്റെ ഫുൾ ലുക്ക്. അപ്പം എങ്ങനെയുണ്ടെന്ന് ഇതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. നിങ്ങൾക്ക് അതാണ് ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാട്ടോ. എന്നാലല്ലേ നമ്മളൊക്കെ അറിയത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു എൻഡിങ് ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ ഭയങ്കര ടയേർഡായി പോയി. അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ.